എല്ലാവർക്കും നമസ്കാരം. ശിവപുരാണ പാരായണം 27-ാം ദിവസം. ചതുർദശി മാഹാത്മ്യം. ഓം നമ ശിവായ. പാർവതീപതിയുടെ സേവയാൽ ഫലം വരും പൂർവതോ മഹാത്ഭുതം കേട്ടരുളേണം നിങ്ങൾ. ശർവനെ സ്മരിക്കുകയും ശർവനെ ഭജിക്കുകയും സർവജാതികൾക്കിതോ സർവദാ ചെയ്യുവാൻ യോഗ്യം. നീചനായി നിരീഹനായി നിഷ്കൃപനായുള്ളവൻ ലോചനം കൊണ്ടു ശിവലിംഗത്തെ കണ്ടാൽ മതി. സപ്തജന്മങ്ങൾ ശിവഭക്തനായി വരുമവൻ. മുക്തനായി വരും പുനഃസത്യമേ ചൊല്ലിയിടുന്നേൻ. എങ്കിലോ കിരാതദേശങ്ങളിലുള്ളൊരു നൃപൻ ശങ്കരപ്രിയങ്കരനായതു കേട്ടിടേണം. വീര്യവാൻ വിമർശനൻ എന്നു പേരായുള്ളവൻ ഭാര്യയാം കുമുദ്ദുതീത തന്നോടു കൂടി വാണാൻ. ക്രൂരനെത്രയും അവൻ വൈരമണ്ഡലികാലൻ ഘോരമാൻ നായാട്ടിന് തൽപരൻ ദിനേ ദിനേ. എങ്കിലും ചതുർദശി രണ്ടിലും മാസേ മാസേ ശങ്കരാർച്ചനോ ഉപവാസവും അന്നവുണ്ട്. വിത്തദാനവും നല്ല വസ്ത്രദാനവും ചെയ്ത് അങ്ങുത്തമധുജന്മാർക്ക് തൃപ്തിയുണ്ടാക്കും അവൻ. മൃത്യുവൈരിയെ സ്മരിച്ചാനന്ദ വിവശനായി നൃത്തഗാനങ്ങൾ ചെയ്തു വന്ദനം ചെയ്യുന്നവൻ. ഇന്നതേ ഭുജിക്കാവൂ ഇന്നതേ ചെയ്തിടാവൂ ഇന്ന നാരിയെ നമുക്കാവെന്നും അവനില്ല. വല്ല ജാതി എന്നാലും കൊല്ലുവാൻ മനക്കാമ്പിൽ തെല്ലുമേ കില്ലില്ലാതെ നിഷ്ഠുരനായുള്ളവൻ. ഭൂതകാലവും വർത്തമാനവും ഭവിഷ്യത്തും ചേതസി വിചാരിച്ചാൽ അപ്പോഴേ തോന്നുന്നവൻ. മന്നവൻ മഹാബലൻ മദ്യപൻ മാംസപ്രിയൻ മന്നിടപ്രദേശത്തെ പാലനം ചെയ്തു വാണാൻ. ഏകദാ ഭർത്താവിൻ്റെ ദുഷ്ടചേഷ്ടിതം കൊണ്ട് ശോകകുണ്ഠിതത്തോടെ മേവുന്ന കുമുദ്വതി കണ്ണുനീർ കൊണ്ട് മുഖക്ഷാളനം ചെയ്തു പത്നി തന്നെ രമണനെ തൊഴുതു ചൊല്ലിയിടിനാൾ. വല്ലഭാ ഭവാനത് കേട്ടരുളേണം മഹാ ദുർലഭം ഭവാനീതൻ വല്ലഭൻ തന്നിൽ ഭക്തി ആർക്കിതു ഭവിക്കുമീ ശാശ്വതീശ്വരാർച്ചനം. ഓർക്ക നീ മഹാപുണ്യം കാരണമിതിനിപ്പോൾ. അങ്ങനെ ഭവിച്ചൊരു ശൈവവിശ്വാസം ഇപ്പോൾ ഇങ്ങനെ ദുരാചാരം കൊണ്ടഹോ നശിച്ചിടും. 4 ജാതിയിലുള്ള നാരിമാരോടുകൂടി ലീലയാടിയാൽ മഹാപാതകം മഹീപതേ. ഹിംസ എന്നതും വ്രതഭംഗമല്ലയോ രാജൻ. ധ്വംസകാരണം പലതുണ്ടഹോ മഹാകഷ്ടം. സർവമാംസങ്ങൾ പുജിച്ചിടുക വിധിച്ചതോ സർവഭക്തന്മാർക്കിത് യോഗ്യമോ മഹീപതേ. വിമർശനന്റെ പൂർവവൃത്താന്തം. എന്നതോ കേട്ടോ നൃപൻ ചിരിച്ചൊന്നുര ചെയ്തു. സുന്ദരി കുമുദ്വതി ഖേദിയായി കടോ ബാലേ. മുന്നിലെ ജന്മം തന്നിൽ ഞാനൊരു ശ്വാനനായിട്ട് മന്നിടം തന്നിൽ പിറന്നീടിനേൻ കൃശോദരി. പട്ടിയായി പമ്പാപുരം തന്നിലെ പലദിനം പട്ടിണിയായിട്ട് നടന്നീനേൻ അഹർനിശം. എത്രയും പ്രസിദ്ധമായുണ്ടൊരു ശിവക്ഷേത്രം തത്ര ഞാനൊരു ദിനം വിശന്നു ചെന്നീടിനേൻ. അന്നൊരു ചതുർദശി പൂജയാം മഹോത്സവം വന്നിതു മഹാജനം സ്ത്രീകളും പുമാന്മാരും. പായസം 400 അപ്പവും അടകളും തോയധാരകൾ നിവേദ്യങ്ങളും ജപങ്ങളും ധൂപദീപങ്ങൾ മണിഘട്ടനം നമസ്കാരം ലേപനം അലങ്കാരം നാമസങ്കീർത്തനങ്ങളും. ഇങ്ങനെ പലവിധം കണ്ടു ഞാൻ അകലെ നിന്നങ് ഒരു ദിക്കിൽ ശിവബിംബവും കണ്ടിടിനാൻ. മാലകൾ വിളക്കുകൾ ഗുൽഗുല ധൂപങ്ങളും ചാലവേ കണ്ടു തത്ര ഞാൻ അങ്ങു നിൽക്കുന്നേരം. പട്ടിയെ പ്രഹരിപ്പനെന്നൊരു ഘോഷം കേട്ട് കട്ട കൊണ്ടെറിഞ്ഞെത്തിനാർ ചിലരപ്പോൾ. പേടിച്ചു പാലും തെറ്റങ്ങോടിനേനഹന്തത താഴിച്ചു ചിലർ വന്ന് വേർപെടുത്തിതു ചിലർ. കിങ്കരന്മാരിൽ ഭയം കൊണ്ട് ഞാനെന്നാകിലും ശങ്കരക്ഷേത്രം 3 വലത്ത് വെച്ചേനല്ലോ. പോന്നു ഞാനൊരു ദിക്കിൽ വീണുടൻ പ്രാണൻ പോയി വന്നിഹ നരേന്ദ്രനായി ജാതനായെന്നേ വേണ്ടു. ശംഭുബിംബാലോകനം കാരണം നമുക്കിപ്പോൾ ശംഭു സേവനം ചെയ്യാൻ ഭക്തി സംഭവിപ്പാനും. കണ്ടതോ ഭുജിക്കുകയും കണ്ട ചേഷ്ടിതങ്ങളും പണ്ട് പട്ടിയാക കൊണ്ടുണ്ടായ ദുശീലങ്ങൾ. വാസനയ്ക്കൊരിക്കലും ഭംഗമില്ലറിക നീ വാസനാധീനം ജഗശ്ചേഷ്ടിതം സുലോചനെ. ഈശ്വരനെ ഭജിക്ക നീ സാദരം സംസാരമാം പാശബന്ധനം പ്രിയെ വേർപെടുത്തിയിടാമെന്നാൽ. കുമുദ്വതിയുടെ പൂർവകഥ. എന്നിവ കേട്ടു പറഞ്ഞിടിനാൽ കുമുദ്വതി എന്നുടെ കാന്തൻ ത്രികാലജ്ഞനെന്നാകിൽ ഭവാൻ എന്നുടെ നടേ ജന്മമേതെന്ന് പറഞ്ഞാലും എന്നതു കേട്ടു നൃപൻ ചൊല്ലിനാൻ കനിവോടെ. പണ്ടു നീ കപോതിയായി പിറന്നു പറന്നുടൻ ചുണ്ടുകൊണ്ടൊരു മാംസം ഇറുക്കിക്കൊണ്ടുപോയാൾ.
കണ്ടുകൊണ്ടെടുക്കുന്ന മറ്റൊരു മാടപ്രാവെ കണ്ടു നീ ഭയപ്പെട്ടു മണ്ടിനാൽ ദൂരം ദൂരം. ഉത്തമ ശ്രീ പാർവതി ക്ഷേത്രത്തെ പ്രാപിച്ചു നീ സത്വരം പ്രദക്ഷിണം ചെയ്തു 3 വട്ടം. ഉന്നത ധ്വജാഗ്രത്തെ പ്രാപിച്ചു വസിച്ചിതു വന്നിതു കബോധവും മാംസപിണ്ഡത്തെത്തിന്മാൻ. ക്രൂരരാമവൻ നിന്നെ നിർദ്ദയം കൊത്തിക്കൊന്നു ചാരുമാംസവും കൊണ്ട് പറന്നുപോയിടിനാൻ. ത്രംബക പ്രദക്ഷിണം കാരണം നീയും ഇപ്പോൾ അംബുജവിലോചനെ രാജ്ഞിയായി പിറന്നിതു. ബുദ്ധിപൂർവം എന്നെ ചെയ്തെങ്കിലും ശിവാർച്ചനം സിദ്ധിതമതിനിഹ ദൃഷ്ടാന്തം നീ ഞാനും. ഭാവി കഥനം. ചൊല്ലിനാൾ കുമുദ്വതി വിസ്മയം മനോഹരം വല്ലഭാശിവാർച്ചനം സർവദാ ചെയ്തിടുന്നേൻ. ഇന്നു നാം ഇരുവരും ഏതോ ഒരു കുലം തന്നിൽ ചെന്നുടൻ എന്നതു പറഞ്ഞാലും. മന്നവൻ പറഞ്ഞിതു ഞാനിനി ജനിച്ചിടും മന്നിടം തന്നിൽ സിന്ധുരാജനായി 2ാം ഭവേ. സുജനേശ്വരനുടെ പുത്രിയായി പിറക്കും നീ മഞ്ജുഭാഷിണി മമ വല്ലഭയാം നീ എന്നും. പിന്നെ ഞാൻ 3ാം ജന്മേ സൗരാഷ്ട്രശ്രീശ്വരൻ അന്നു നീ കുലാങ്കജ വൽപ്രിയ മനോഹരി. ഞാനുടൻ 4ാം ഭാവേ ഗാന്ധാരക്ഷമാപതി മാനിനി നീയും മഗധാത്മജ മൽഗേഹിനി. 5മജന്മം തന്നിലവന്തി ഭൂപാലൻ ഞാൻ ചഞ്ചലേക്ഷണേ ദശാർണാത്മജ നീയും തഥാ. 6ാം ജന്മം തന്നില ആർത്തനാധിപൻ ഞാനും ശിഷ്ടനാം യയാതിതൻ വംശജ നീയും ബാലേ. 7മേ ഭവേ ശുഭേ പാണ്ഡ്യരാജേന്ദ്രൻ ഞാനും ഉത്തമൻ വിദർഭന്റെ പുത്രി സുമധ്യമേ. പത്മവർണ്ണന് ഇന്നെനിക്ക് ആഖ്യയായി വരുന്നതാ പത്മലോചനെ നിനക്കാഖ്യയും വസുമതി. പത്മവർണ്ണൻ എന്നുള്ള ഞാൻ അതിമനോഹരൻ പത്മനാഭനെ പോലെ വീര്യവും സൗന്ദര്യവും. കന്യകാ വസുമതിയാകിയ നീയും ഭദ്രേ ധന്യമാ മഹാലക്ഷ്മി സന്നിഭാ മനോഹരി. അന്ന് നിൻ സ്വയം വരെ വന്നുടൻ വാണിയിടുന്ന മന്നവന്മാരെ ത്യജിച്ചെന്നെ നീ വരിച്ചിടും. വൈരസേനിയെ പണ്ട് സാരയാം ദമയന്തി സാരസേക്ഷണ വരിച്ചിടിനാളെന്ന പോലെ. അങ്ങനെ രമിക്കുന്നാം അങ്കനാതിലകമേ മംഗല ചതുർദശി കർമ്മകർമ്മകന്മാരായി പുത്രനെ ജനിപ്പിച്ചു രാജ്യഭാരവുമെല്ലാം തത്ര കൈവെടിഞ്ഞുടൻ കാനനം പ്രവേശിക്കും. കുംഭജപ്രസാദത്താൽ ആത്മതത്വജ്ഞന്മാരായി ശംഭുസായുജ്യാമൃതം നമുക്ക് ലഭിച്ചിടും. ഇങ്ങനെ പറഞ്ഞു പണ്ടുത്തമൻ വിമർശനൻ അങ്ങനെ തന്നെ അനുഭൂതിയും പ്രാപിച്ചിതു. അത്ഭുതം ചതുർദശി പൂജനം മഹാവ്രതം സൽഫലം ശിവാർച്ചനം സർവകാമദം ശുഭം. ചതുർദശി മാഹാത്മ്യം സമാപ്തം. ഓം നമഃ ശിവായ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.